അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കാലല്ലേ മക്കളെ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ കേൾക്കുന്നുണ്ട് ട്ടോ. സ്റ്റാർട്ട് ആ ചെയ്തോളൂ ഇൻഷാ ആ, ഓക്കെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ജസാക്കല്ലാഹ് ഖൈർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും നമ്മൾ ഒരു തസ്കിയ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. അൽഹംദുലില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മുടെ വിഷയത്തിന്റെ ആ ഒരു പേര് കണ്ടപ്പോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും, നമുക്കൊരു എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു ഇതുണ്ടാവും അല്ലെ പേര് കണ്ടപ്പോൾ. അപ്പൊ നമ്മുടെ ഈ വിശ്വാസത്തിന്റെ ആ ഒരു പവർ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഞാൻ ഒരു രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അവരുടെ ജീവിതത്തിൽ കടന്നുപോയ ഇൻസിഡൻസ് ഒക്കെയാണ് പറയാനുള്ളത്. പക്ഷെ രണ്ടെണ്ണം പറയാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് പരമാവധി പറ്റാവുന്നിടത്തോളം ഇൻഷാ അള്ളാ പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവർക്കും അറിയാം അല്ലെ, അള്ളാഹിന്റെ ഖലീലാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂട്ടുകാരനാണ് എന്ന് വിശേഷിപ്പിച്ച, അള്ളാഹു അത്രയേറെ ചേർത്ത് പിടിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് ഇറാഖിലെ ബാബിലോണിയയിലാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് പ്രവാചകൻ പിന്നീട് പ്രബോധന ആവശ്യാർത്ഥം ഇങ്ങനെ ഓരോ ഭാഗത്തു കൂടി നടന്ന് ഊർ പട്ടണം വഴിയൊക്കെ പോയി ഈജിപ്തിലെത്തുന്നു. അവിടുന്ന് പിന്നെ അവിടുത്തെ രാജാവായിട്ടുള്ള ഫറോവ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ സാറ ബീവി അവരുമായിട്ട് മോശമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നു. അങ്ങനെ 2-3 തവണ അവരങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് അള്ളാഹുലേക്ക് കൈ ഉയർത്തിയ സാറാ ബീവിക്ക് അള്ളാഹിന്റെ സഹായം എത്തുകയും അവര് ഇവർക്ക് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ രാജാവ് എന്ത് ചെയ്യാണ്, അവിടുന്ന് ഒരു പെൺകുട്ടി, അതായത് ഒരു അടിമ സ്ത്രീ എന്നും പറയുന്നുണ്ട്, രാജാവിന്റെ മകൾ അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കുട്ടി, അതായത് ഹാജർ എന്നറിയപ്പെടുന്ന നമ്മുടെ ലോകമാതാവായിട്ടുള്ള അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ സലാമുൻ അലൈഹി എന്നെല്ലാം പറയാൻ പറ്റുന്ന അവരെ നൽകിക്കൊണ്ട്, ഗിഫ്റ്റ് ആയിട്ട് നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഭാര്യ സാറാ ബീവിയെയും തിരിച്ചയക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹാജറയിൽ ഒരു ആൺകുഞ്ഞുണ്ടാവുന്നുണ്ട്. അതിനിടയ്ക്ക് ഉണ്ടാവുന്ന വലിയ ദൈർഘ്യമേറിയ ചരിത്രമാണ്. അപ്പൊ അതിൽ നമ്മളെ ഉദ്ദേശം അതല്ല, അത് പറയാനല്ല നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അവർക്ക് ഈ ഹാജറിൽ ഒരു കുഞ്ഞ് പിറക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരുപാട് പ്രായം വന്നതിന് ശേഷമാണ് ഈ കുട്ടി ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അല്ലെങ്കിൽ സലാമുൻ അലൈഹി അവരെയും കുഞ്ഞിനെയും അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിക്കുകയാണ്. ഈ സംഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് നമുക്ക് വിവരിച്ചു തരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ചരിത്രമായിട്ട് പറയുന്നതും ഓരോ ആളുകളും ക്ലാസ് എടുക്കുന്ന എല്ലാ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അറിവുകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്ത ഇൽമാണ് നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് വരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിയെയും തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൊണ്ട് മക്കയിൽ വന്നു. മക്കയിൽ ഇജാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹാജർ മുലപ്പാല് കൊടുക്കുന്ന ഒരു സമയമാണത്. അതായത് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, കൈക്കുഞ്ഞായ സമയത്ത്. അങ്ങനെ അവരെ രണ്ടുപേരെയും കഅബയുടെ അരികിൽ ഒരു വലിയ മരത്തിനടുത്തായിട്ട് അദ്ദേഹം വിട്ടേച്ചു പോയി എന്നാണ്. സംസമിന്റെ മുകളിൽ മസ്ജിദിന്റെ മേൽഭാഗത്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ഉള്ള സംഭവത്തിന്റെ ഒക്കെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ഇവര് രണ്ടുപേരെയും അവിടെ ഇട്ടേച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചു പോവാണ്. അന്ന് മക്കയിൽ മനുഷ്യരാരും തന്നെ ഇല്ലാത്തൊരു സമയമാണത്.
അവിടെ വെള്ളവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് രണ്ടുപേരും ആ രണ്ടുപേരെയും അവിടെ ആക്കിക്കൊണ്ട് ഒരു ഭാണ്ഡത്തിൽ കുറച്ച് ഈത്തപ്പഴവും മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അവരുടെ അടുത്ത് വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് പിന്തുടർന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, ഓ ഇബ്രാഹിം, ഒരു മനുഷ്യനോ മറ്റു വല്ലതോ ഇല്ലാത്ത ഈ താഴ്വരയില് ഇബ്രാഹിം എന്നൊക്കെ പറയുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയണം കേട്ടോ, നബിമാരുടെ പേരാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ നമ്മൾ സ്വഹാബക്കളുടെ ഒക്കെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു അവരോടുള്ള ഒരു ആദരവിന്റെ ഭാഗമായിട്ട്, അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതുപോലെ പറയണം. അപ്പൊ ചോദിക്കാൻ, ഓ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു മനുഷ്യനോ മറ്റൊന്നും ഇല്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെയും വിട്ട് എവിടേക്കാണ് താങ്കൾ പോകുന്നതെന്ന്. അപ്പം അവര് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണില്ല, തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്ന് നടന്നെങ്ങനെ പോവാണ്, മരുഭൂമിയിലൂടെ നടക്കുകയാണ്. അപ്പൊ അവസാനം ചോദിക്കുക, നിങ്ങള് അള്ളാഹു ആണോ അങ്ങയോട് ഇങ്ങനെ കൽപ്പിച്ചത്, ഞങ്ങളെ ഇവിടെ ഇട്ടേച്ച് പൊയ്ക്കൊള്ളാൻ അള്ളാഹു ആണോ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതെ പറയും, അതേ അള്ളാന്റെ കൽപ്പനയാണ് എന്ന് പറയും. അപ്പൊ തന്നെ ഹാജർ സലാമുൻ അലൈഹി അവർ പറയാണ്, അള്ളാഹ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ നഷ്ടപ്പെടുത്തൂല, അല്ലെങ്കിൽ ഞങ്ങളെ കൈവിടൂല. ഇത് സ്വഹീഹ് ബുഖാരിയിൽ വരുന്നൊരു ഹദീസാണ് കേട്ടോ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ കല്ലുകൊണ്ടും മരം കൊണ്ടും കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും ഒക്കെ വണങ്ങി, അതേപോലെ ബിംബങ്ങളെ അവയോട് പ്രാർത്ഥിച്ചു ആരാധിച്ചും കൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്കിടയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം. സുബ്ഹാനല്ലാഹ്, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ വളരെ വളരെ എന്താ പറയാ, ചെവി കൊണ്ട് കേട്ട്, ചരിത്രം ആയതുകൊണ്ട് തന്നെ കഥ കേൾക്കുന്ന പോലെ കേട്ട് അത് മറന്നു പോവരുത്. ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിലേക്ക് ഇറക്കി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം എന്താ പറയാ, അതായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയും ഒക്കെ അവരാരാധിക്കുമായിരുന്നു. കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ പ്രതിമകൾ അവരാരാധിക്കുമായിരുന്നു. അവയോടൊക്കെ വണങ്ങുമായിരുന്നു. അവരുടെ മുന്നിലൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അത്രയും ബഹുദൈവ വിശ്വാസികൾക്കിടയിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുമ്പോൾ പോലും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ സമയത്ത് പോലും, അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് ഒരു വിധത്തിലൊക്കെ അവരവിടെ തുടരുന്നുണ്ടായിരുന്നു. അതായത് കഅബാലയത്തിന് സഅയ് ചെയ്യുക, അവിടെ ത്വാഫ് നടത്തുക, അതുപോലെ തന്നെ എന്താണ് അവര് പിന്നെ അതൊക്കെ അവര് വസ്ത്രമില്ലാതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അള്ളാഹ് എന്നുള്ള നാമത്തെ കുറിച്ച് അവർക്ക് അറിയായിരുന്നു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രബോധനത്തിലേക്ക് വരുമ്പോ ഒരാള് പോലും എന്തില്ല, അള്ളാഹുവെ കുറിച്ച് ആർക്കും ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വരുന്നത്. അപ്പം ഇവരുടെ ഒരു ജോലി തന്നെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, വിഗ്രഹങ്ങളെ കൊത്തി ഉണ്ടാക്കുക, വിൽപ്പന നടത്തുക. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന്റെ തന്നെ ജോലി എന്താണ്, ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കലായിരുന്നു പണി. നാട്ടുകാരും വീട്ടുകാരും സമൂഹവും ഭരണാധികാരികളും എല്ലാം ബഹുദൈവാരാധകര്. അദ്ദേഹം വീട്ടിലും നാട്ടിലും ശക്തമായ രീതിയിൽ തൗഹീദ് പ്രബോധനം ചെയ്തു. അതിനുവേണ്ടി പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അവസാനം ആളുകള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലിട്ട് കത്തിച്ച് കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരതിനായിട്ട് വമ്പിച്ച അഗ്നികുണ്ഡം തയ്യാറാക്കി കുറെ ദിവസം തുടർച്ചയായിട്ട് അതിൽ തീ കത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അവർ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. തീയിൽ എറിയപ്പെട്ട അവസരത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് ഭരമേൽപ്പിക്കാൻ എന്റെ റബ്ബ് മതി. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണത്, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം പിന്നെ പറയാണ്, എനിക്ക് ഭരമേൽപ്പിക്കാൻ എന്റെ റബ്ബ് മതി എന്നാര് പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അപ്പൊ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവനായ അള്ളാഹു മതി എനിക്കെന്ന വചനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ തീയിലെറിയപ്പെട്ടപ്പോൾ പറഞ്ഞതാണെന്ന്. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അള്ളാന്റെ ആ ഒരു അള്ളാന്റെ ആ ഒരു ഖലീലായ പ്രവാചകനോട്, അതായത് ആദർശ പിതാവായ നമ്മുടെയൊക്കെ പിതാവായിട്ടുള്ള ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ആവശ്യം പറയാനുണ്ടോ? നിങ്ങള് എന്താണ് തീയിലേക്ക് ഇട്ടിരിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ തന്നെ പറയാണ്, എനിക്ക് താങ്കളോടൊന്നും പറയാനില്ല എന്ന്. അപ്പോ വീണ്ടും മലക്ക് ചോദിക്കുകയാണ്, എന്നാലും തങ്ങളുടെ രക്ഷിതാവിനോട് എന്തെങ്കിലും പറയണോ, അതല്ലെങ്കിൽ റബ്ബിനോട് എന്തെങ്കിലും പറയണോ? അപ്പൊ പറയാണ്,
എന്റെ അവസ്ഥയെ കുറിച്ച് അപ്പൊ ഇങ്ങനെ പറയാണ്. പിന്നെ ആദ്യം ചോദിക്കും ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണം. വേണ്ട വേണ്ട, നിങ്ങളൊരു സഹായം ചെയ്യണ്ടാറ്. അപ്പൊ ചോദിക്കും അള്ളഹാനോട് എന്തെങ്കിലും ചോദിക്കണോന്ന് ചോദിക്കും. അപ്പൊ പറയും വേണ്ട വേണ്ട, അള്ളഹാനോട് ഞാൻ ചോദിച്ചോളാറ്. അപ്പൊ പറയും ഞാൻ അള്ളാഹു പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ തന്നെ പറയും അങ്ങനെ എന്താണ് എന്റെ റബ്ബിനറിയാം എന്റെ അവസ്ഥ എന്താണെന്ന്. സുബ്ഹാനല്ലാഹ്, ആ തീര് കിടക്കുന്ന സമയത്ത് പറയണം എന്റെ അവസ്ഥ എന്താണെന്ന്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് എന്റെ റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തില്ല, നിങ്ങളോട് എനിക്കൊരു ആവശ്യം ചോദിക്കാനില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ആ മലക്കിന്റെ അടുത്ത് പറയണം. അപ്പൊ അതായത് ഒരു ഈമാനിന്റെ, ഇതാണ് ഈമാന്റെ യഥാർത്ഥത്തിലുള്ള ഈമാന്റെ മാതൃക. ഇതാണ് സത്യവിശ്വാസത്തിന്റെ അചഞ്ചലമായ ഹൃദയം എന്ന് പറഞ്ഞാല്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു രോമകൂപത്തിന് പോലും പോറലേൽക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ആ തീയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കുന്നത്? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുൽനാ യാ നാർ കൂനു ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എന്താ പറയണത്? തീനോട് പറയാണ്, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായിട്ട് ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സൂറ അംബിയാന്റെ 69-ാമത്തെ ഇതിലാണ് ഇത് പറയുന്നത്. 21-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറ അംബിയാന്റെ 69-ാമത്തെ ആ ഒരു ആയത്തിൽ പറയാണ് എന്ത് വേണ്ട, തീയിനോട് പറയാണ്. അതായത് അവിടെ എഗെയിൻസ്റ്റ് ആയിട്ട് തീ പ്രവർത്തിക്കുകയാണല്ലേ. ആലോചിച്ച് നോക്കുക, തീ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുന്ന തീയിൽ എന്താ ഉണ്ടാവുക? ചൂടാണ് ഉണ്ടാവുക. എന്നിട്ട് പറയാണ് എനിക്ക് എന്താണ് എന്റെ ദാസനെ നീ എന്ത് ചെയ്യണ്ട, തീനോട് പറയാണ് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ അള്ളാഹിന്റെ സഹായം നമുക്ക് ഉണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഒരു കാരുണ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തില്ല, യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവില്ല എന്ന് പറയാണ് ഇവിടെ. പിന്നെ ശരിക്കും പറഞ്ഞാല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഞാന് ഇടയ്ക്ക് കേൾക്കണില്ലെന്ന് ചോദിക്കുമ്പോൾ ചാറ്റ് ബോക്സിലൂടെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് പറയണം കേട്ടോ. എനിക്കൊന്നും മനസ്സിലാണ്. എല്ലാവരും ക്യാമറ ഓഫൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുഖത്തിന്റെ ഭാവവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് തിരിയണില്ല. അതുകൊണ്ടാണ് ഇടക്ക് കേൾക്കണുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ, ഇൻഷാ അള്ളാഹ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് ശരിക്കും പറഞ്ഞാല്? അബുൽ അംബിയാണ് അല്ലെ. അബുൽ അംബിയ എന്ന് പറഞ്ഞാല് പ്രവാചകന്മാരുടെ പിതാവ് അല്ലെങ്കിൽ നബിമാരുടെ പിതാവ്. മാഷാ അള്ളാഹ്, ജസക്കല്ലാഹ് ഖൈർ പ്രതികരിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ പറയാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാല് പ്രവാചകന്മാരുടെ, നബിമാരുടെ പിതാവാണ്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഏറ്റവും മുതിർന്ന പിന്നെ എന്താ പറയാ, എല്ലാ പ്രവാചകന്മാരുടെ. ഇനി ഞാൻ ഒരിക്കലും ഇസ്രാ മിറാജിന്റെ ക്ലാസ് എടുക്കണ്ടേ, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സ്വർഗത്തിൽ വെച്ചിട്ട്, അതായത് 7 ആകാശങ്ങളും കടന്നു പോയ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട സീനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 2 രീതിയിലുള്ള ഒരു സന്താന പരമ്പരകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് പിന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും, അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു മകനായിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ ബനു ഇസ്രായേലർ, അതായത് ആ ഒരു പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു 12 സന്താനങ്ങൾ അടങ്ങുന്ന ഒരു പരമ്പര തന്നെ വരുന്നുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യ കാലഘട്ടത്തില് ഓരോ പ്രവാചകന്മാർ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ എന്ന രീതിയിൽ അള്ളാഹു ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ വാപ്പയും മോനും ഒക്കെ പ്രവാചകന്മാരാക്കിക്കൊണ്ട് ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നിരുന്നു. എന്നാൽ ആ ബനു ഇസ്രായേലർ എന്താണ്, വളരെ ധിക്കാരികളായതുകൊണ്ട് തന്നെ അവസാനം അന്ത്യപ്രവാചകൻ, അവർ ഈ ബനു ഇസ്രായേലർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവരുടെ സ്വന്തം മക്കളെക്കാളും അല്ലെങ്കിൽ അതേപോലെ തന്നെ അതായത് അവരുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അവർക്ക് അറിയാവുന്ന ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാത്തുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്ന് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, അത്രയേറെ അവർക്ക് അവരുടെ മക്കളെ പോലെയും കുട്ടികളെ പോലെയൊക്കെ അറിയാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെന്ത് ചെയ്തു, അവസാനം ധിക്കരിക്കുകയാണ് ചെയ്തത്. ബനു ഇസ്രായേലർക്കുള്ളത് അങ്ങനെ ഒരു ചരിത്രമാണ്. അവരുടെ തുടക്കകാലം മുതൽ തന്നെ അവരെന്ത് ചെയ്യാണ്, ധിക്കാരമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവർക്കിടയിലേക്ക് വന്ന പ്രവാചകന്മാരെ പോലും അവര് വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം,
ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ നിറയെ പ്രവാചകന്മാരെ ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നിരുന്നു. അതില് ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേപോലെ തന്നെ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിച്ചു. സുബ്ഹാനല്ലാഹ്, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനമൊക്കെ ഭയങ്കര ഇതാണ്. കാരണം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായമായ സമയത്ത് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ എന്റെ സന്താന പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ട് ബനോ ഇസ്രായേലിൽ നിന്നും ഒരു പിൻഗാമിയെ വേണമായിരുന്നു അള്ളാഹു, അതുകൊണ്ട് എനിക്കൊരു പിന്തുടർച്ച അവകാശം നീ എനിക്ക് തരണ അല്ലാ എന്ന് പറയണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് യാ യഹിയ എന്ന് വിളിച്ചു, സോറി, പിന്നെ എന്താണ്, യാ സക്കരിയ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്കൊരു പിന്തലമുറക്കാരനാവണ്ട, നിങ്ങൾക്ക് ഞാനൊരു സന്താനത്തിനെ തന്നെ തന്ന് സഹായിക്കാന്ന്. അപ്പൊ ചോദിക്കുകയാണ്, ഞാൻ ഭയങ്കര പ്രായം വന്ന ആളാണല്ലോ, എന്റെ തലമുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാലോ, സൂറ മറിയം പാരായണം ചെയ്യണമെങ്കിൽ സുഷൈബ എന്ന് പറയുന്നുണ്ട്. എന്റെ തലമുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട്. എന്റെ ഭാര്യയാണെങ്കിലോ ഇമ്രാത്തി ആഖിറ, അവരാണെങ്കിൽ ഒരുപാട് പ്രായം വന്നു പോയിട്ടുണ്ട്. എന്റെ ഭാര്യ വന്ധ്യയാണ്. അതേപോലെ ഞാൻ പ്രായം വന്ന ആളാണ്. അപ്പൊ എനിക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എങ്ങനെയാണെന്നുള്ള ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, അള്ളാഹ്ക്ക് അത് ഉണ്ടാവണമെന്ന് പറയാനേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് യഹ്യ എന്ന് പറയുന്ന ഒരു മോനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. അവര് ബനൂ ഇസ്രായേലർക്ക് അവരെല്ലാവർക്കും എന്തായിരിക്കും, അവര് ഒരു അനന്തരാവകാശിയായിരിക്കും, അവരൊരു പ്രവാചകനായിരിക്കും, അവർക്ക് ഞാൻ ഗ്രന്ഥം നൽകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സൂറ മറിയം പാരായണം ചെയ്ത് നമുക്കതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയേറെ പ്രവാചകന്മാരായ ആ പ്രവാചകനെ അവർ വധിച്ചു കളയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ കുരിശിൽ തറക്കം. നമുക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിലേക്ക് എടുത്തു കൊണ്ടുപോയി എന്നും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇനി തിരിച്ചു വരുമെന്നൊക്കെ ഉള്ളത് അവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് അതിന്റെ ഇത് കിടക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയേറെ പ്രവാചകന്മാരെ ആരിലൂടെയാണ്, ആരുടെ സന്താന പരമ്പരകളാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്? അബുൽ അംബിയ ആയിട്ടുള്ള, ഖലീലുള്ള ആയിട്ടുള്ള, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട പ്രവാചകനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ് അങ്ങനെ ഇറക്കാനുണ്ടായ കാരണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇനി അങ്ങോട്ട് നമ്മൾ പറയുന്നത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ, എങ്ങനെയാണ് ഒരു പ്രവാചകൻ അള്ളാന്റെ ഖലീലായിട്ട് മാറിയത്, അള്ളാന്റെ കൂട്ടുകാരനായിട്ട് മാറാൻ എങ്ങനെയാണ് ഈ പ്രവാചകന് സാധിച്ചത്, എന്താണ് ഈ പ്രവാചകൻ അതിന് മാത്രം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ചെറിയ രീതിയിൽ നോക്കുന്നത്. കാരണം വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് സൂറ ബക്കറയുടെ 124-ാമത്തെ ആയത്ത് മുതൽ അങ്ങോട്ടൊക്കെ കുറെ ആയത്തുകള് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ഖലീലായതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് നൽകിയ നിഅമത്തുകളെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് അള്ളഹാനോട് കീഴൊതുങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ആ സൂറന്റെ അത്രയും കുറേ ആയത്തുകൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് 1.5-2 മണിക്കൂർ സമയം നമ്മൾ എടുക്കുന്ന ക്ലാസ് ഒരായത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വരുന്നില്ല. അത്ര മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആ പ്രവാചകൻ കീഴൊതുങ്ങുന്നത്. സൂറ നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത്. അത്ര മാത്രം അള്ളാഹുലേക്ക് കീഴൊതുങ്ങിയവനായിരുന്നു ആ പ്രവാചകൻ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 25ഓളം തവണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ സ്നേഹിച്ച അള്ളാഹിന്റെ പിന്നെ ഒരു ദൂതനാണ്, മെസ്സഞ്ചറാണ് ആര്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇറാഖിലെ ബാബിലോണിലാണ് ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പിന്നീട് ഒരു മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് മക്കയിലെ ഹിജാസിൽ എത്തിപ്പെട്ടത്, മറ്റേ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ബനു ഇസ്രായേലരുടെ കൂട്ടത്തിൽ അവിടെ ആയത്, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ നമ്മൾ ചെറിയ രൂപത്തിൽ നോക്കണം. അതായത് ഏകദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇവിടെ പ്രബോധനം നടത്തി പോയത് ക്രിസ്തുവിന് മുമ്പ്, അതായത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുമ്പ് 2160 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് 2024 അല്ലെ, അന്ന് അതിന്റെ മുമ്പേ, അതായത് ഈ 1 മുതൽ 2024 ആവുന്നതിനേക്കാൾ മുമ്പ്, ഇത് ഈസ നബിക്ക് ശേഷവും ഈസ നബിക്ക് മുമ്പുമാണ് നമ്മൾ ഈ വർഷം കണക്കാക്കുക. അപ്പൊ എന്താ പറയാ, ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയും. അതായത് 2160, അതായത് 2160 ആര് ജനിച്ചത്, ആരുണ്ടായിരുന്നത്, ആരുടെ പ്രബോധനം ഉണ്ടായിരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം ഉണ്ടായിരുന്നത്. നമ്മൾ അതിനുശേഷം 4000, അതായത് ഏകദേശം നമ്മൾ പിന്നെ 5000 വർഷത്തിനടുത്ത് ആവാനും വേണ്ടിയിട്ട് പോവാണ്.
അത്രയും കാലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഒരു പ്രവാചകനെ അത്രയേറെ ഓർക്കണമെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും ആ മില്ലത്ത് പിന്തുടരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രമായിരിക്കും ആ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാന്ന് പറഞ്ഞാല് എന്താ പറയാ, പിന്നെ നമുക്ക് അങ്ങനെ ഇവിടെ എന്താണ് ആ ഒരു പ്രവാചകൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, സ്വപ്നം പോലും അള്ള കാണിച്ചു കൊടുക്കുന്ന സ്വപ്നം പോലും എന്റെ റബ്ബ് കാട്ടിത്തന്ന ആ കുട്ടിയെ അറുക്കാനുള്ള 13 വയസ്സ് പ്രായമായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് സ്വപ്നല്ലേ, യാഥാർത്ഥ്യമാണെങ്കിൽ എന്നോട് മലക്കുമെന്ന് പറഞ്ഞോളൂല്ലോ എന്ന് കാത്തു നിൽക്കല്ലേ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ തോന്നിപ്പിച്ചപ്പോ പിന്നെ മറ്റൊന്നും നോക്കാതെ അള്ളാഹ്ക്ക് കീഴൊതുങ്ങി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് സുജൂദിലായിട്ട് ജീവിച്ച അള്ളാന്റെ അടിമയാണ് അന്നും ഇന്നും എന്നും. ഇത്രമാത്രം ഓർക്കാൻ മാത്രം ആ ആളുകളുടെ ഹൃദയത്തിൽ, അതായത് ഇനി വരാനിരിക്കുന്ന, ഇതുവരെ കഴിഞ്ഞു പോയ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ജനതയും പിന്തുടരേണ്ടത് ആ ഒരു മില്ലത്താണ്. അതായത് നമുക്കറിയാം, ബനു ഇസ്രായേലർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരണക്കേട് കാണിച്ചിട്ടാണ് അവർ ഫേമസ് ആയത്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങി എന്ത് പറഞ്ഞാലും അനുസരിച്ച്. കാരണം പ്രായം വന്നതിന് ശേഷം തലമുടി പുരികം പോലും നരച്ച്, താടിരോമങ്ങളൊക്കെ നരച്ച് പുരികം പോലും നരച്ചിട്ടുള്ള ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ നൽകുന്നത്. എന്നിട്ട് ആ കുട്ടിക്ക് കുറച്ച് പ്രായം, ഒരു 10-13 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ്, അതിനേക്കാൾ മുമ്പ് ആ കുട്ടിയെ കിട്ടിയ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ കുട്ടിയുടെ അമ്മാനെയും കൂടി കൊണ്ടുപോയിട്ട് മക്കയിൽ കൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഒന്നും തന്നെ ആലോചിക്കാതെ, ഭാര്യയോട് സമ്മതം പോലും പറയാതെ അവിടെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോ ഒരൊറ്റ ഒരു മനുഷ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉമ്മത്തായിട്ട് മാറുന്നത്. ഒരാളാണ് ഒരു ഉമ്മത്തായിട്ട് മാറുന്നത്. ലോകത്ത് ജീവിച്ചു വന്ന മുഴുവൻ, ഇപ്പൊ നമുക്കറിയാം, സെമിറ്റിക് മതങ്ങളായിട്ടുള്ള 3 മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജൂതന്മാരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഒരുപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എങ്ങനെയാണ് ഒരാള്, പിന്നെ ഒറ്റൊരു വ്യക്തി ഒരു ഉമ്മത്താവുക എന്നുള്ളതാണ് നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ കാണിച്ചു തരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. കാരണം നമ്മള് ഒരു സമൂഹത്തെ പിന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സമൂഹമാണെങ്കിൽ പോലും എന്തില്ല, അള്ളാന്റെ ആ താല്പര്യങ്ങൾക്കും ആ ഇഷ്ടങ്ങൾക്കും അതുപോലെ കീഴൊതുങ്ങി ജീവിക്കുന്ന നമുക്ക് കാണാൻ പറ്റൂല. നമ്മൾ അതന്നെയാണ് ഇഷ്ടംപോലെ തവണ നമ്മൾ കണ്ടത്. എത്ര സമയത്താണ് ബനു ഇസ്രായേലരുടെ ധിക്കാരം. ഒരു ദിവസം കൂടി നമ്മൾ ഇതുപോലെ ഒരു ക്ലാസ് വെക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ആ ബനു ഇസ്രായേലരുടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയാം. അപ്പോ പിന്നെ എന്താ പറയാ, ആ ഒരു വിശ്വാസത്തിന്റെ കടുപ്പമാണ്, വിശ്വാസത്തിന്റെ ആ ഒരു പവറാണ് നമുക്ക് ഇവിടെ കാണിച്ചിരുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താ പറയാ, കുറേ പരീക്ഷണങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അതായത് എന്താ പറയാ, അള്ളാഹു എന്ന് പറയുമ്പോൾ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. ഇതെല്ലാം കൂടിയതാണ് റബ്ബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ചില കൽപ്പനകൾ കൊണ്ട്, അതായത് ജീവിതത്തിലുള്ള നമ്മുടെ സാധാ ജീവിതത്തിലുള്ള കാര്യങ്ങളായിട്ടും നമ്മുടെ എന്താ പറയാ നിയമങ്ങൾ, അതായത് കൗനിയായിട്ടും അതേപോലെ തന്നെ ഷറഹിയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതിലെല്ലാം അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പൊ പരീക്ഷണങ്ങൾ നേരിടുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സമൂഹത്തിനാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകുക. അപ്പൊ റബ്ബിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അതികഠിനമായിരിക്കും, എന്നാലോ അത് നീതിയുക്തവുമായിരിക്കും. അത് അതികഠിനമാണെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്താണ്, വളരെ 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 വലുതായിരിക്കും. അത് ഏത് പരീക്ഷണം നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഒരു വലിയൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണമായിരിക്കും ഒരുപക്ഷെ പിന്നീടുള്ള നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ. ചില വാക്കുകൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആരെ പരീക്ഷിക്കുന്നത്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച്, ചില കൽപ്പനകൾ നൽകിക്കൊണ്ടും. അതായത് ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആ ജീവിതം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്, ആരുടെ മകനായിട്ടാണ് ജനിക്കേണ്ടത്, ആരായിരിക്കണം മാതാപിതാക്കള്, ആരായിരിക്കണം കൂടപ്പിറപ്പുകള്, ആരായിരിക്കണം എന്താ പറയാ ഇണകൾ ആരാവണം, അതേപോലെ തന്നെ മക്കൾ ആരായിരിക്കണം, അതേപോലെ പരമ്പരകൾ എന്താവണം, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ
രൂപത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ആരാവണം, നമ്മുടെ കൂട്ടുകാരായിരിക്കണം, നമ്മുടെ ശരീരം എങ്ങനെ ഉണ്ടാവണം, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ നമ്മുടെ കൗനിയായിട്ടുള്ള ആ ഒരു ഇതിലാണ് വരുന്നത്, ആ ഒരു കൽപ്പനകളിലാണ് അത് വരുന്നത്. പക്ഷെ പിന്നെ എന്താ പറയാ, അതേപോലെ തന്നെ ആരൊക്കെ നമുക്ക് ഉപദ്രവം ചെയ്യും, ആരൊക്കെ നമുക്ക് ഉപകാരം ചെയ്യും, ആരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ നമ്മുടെ കൗനിയായിട്ടുള്ള കൽപ്പനകളാണ്. ഇനി ഷറഹി ആയിട്ടുള്ള കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗനിയായിട്ടുള്ള കൽപ്പനകൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഭയങ്കര ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് വീടിനകത്ത് നിന്ന് തന്നെ ആദ്യം ജനിച്ചു വരുമ്പോ തന്നെ ആരാണ്? ഒരു അവിശ്വാസിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. അതും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും വർഷത്തിലൊരിക്കൽ, ഇപ്പൊ മറ്റു പ്രവാചകന്മാരെ അപേക്ഷിച്ചിട്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ത്യാഗത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ സത്യവിശ്വാസികളും മുന്നോട്ട് പോവാറ്. അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത് കേൾക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കലായിരുന്നു പണി. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈ കൊത്തി മുറിച്ചു വെച്ചു. എന്നിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോ അതിന്റെ കൂട്ടത്തിലുള്ള വലിയതായിരിക്കും. അങ്ങനത്തതൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളേ അല്ല. കാരണം എന്താന്ന് വെച്ചാല് വീടിനകത്ത് നിന്ന് തന്നെ ആരാണ് ശത്രു? പിതാവ് ശത്രുവാണ് അല്ലെ? ആ ബിംബാരാധകനായിട്ടുള്ള അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് എന്താ പറയാ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ആ ഒരു വിശ്വാസം വന്നതിന് ശേഷം, അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആ ഒരു സൂറയുടെ 4-5 ആയത്തുകൾ കൊടുത്തതിന് ശേഷം പിന്നീട് കുറച്ച് സമയം കൊടുത്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ മുദ്ദസ്സിർ കൊടുക്കുന്നത്. അപ്പൊ അവിടെ മുതലാണ് ആ ഒരു സൂറ കിട്ടിയ, ആ ഒരു സൂറ അലക്കിന്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ കിട്ടിയതിന് ശേഷം കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങള് പ്രബോധനത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇത് കൊടുക്കുന്നത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആദ്യം തന്നെ പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പക്ഷെ നമുക്കറിയാം ഇത് പറഞ്ഞ സമയം എങ്ങനെയാണ് ആ പിതാവ് മകനോട് പ്രതികരിച്ചത്? നീ എങ്ങാനും ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ എന്റെ ദൈവങ്ങളെ നീ തള്ളി പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലുന്നു, അതായത് നിന്നെ ഞാൻ കൊന്നു കളയും, അല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നല്ലേ പറഞ്ഞു, നിന്നെ ഞാൻ കല്ലെറിഞ്ഞു എന്താണ് കല്ലെറിഞ്ഞു കൊല്ലല് സാധാരണ കൊല്ലല് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാളെ അവസാനം വരെ, അതായത് അയാളെ വേദനിപ്പിച്ചിട്ട് കൊന്നു കളയുന്നതിനാണ് പറയണത്. നീ എങ്ങാനും ഇതുമായിട്ട് എന്റെ മുന്നിൽ വന്നാൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലുന്ന് പറയണ ആരാണ്? സംരക്ഷകനാവേണ്ട ആള് തന്നെയാണ് പറയണത്, അങ്ങനെ ഞാൻ നിന്നെ ചെയ്യും. അപ്പോ ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയൊരു പാഠം എന്ന് പറഞ്ഞാല്, ഒന്നും നമുക്ക് ഒരു എതിർപ്പും ഇല്ല അല്ലെ? ഒരു എതിർപ്പ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നോ, നമ്മുടെ വീട്ടിൽ നിന്നോ, കുടുംബത്തിൽ നിന്നോ, ആരിൽ നിന്നോ നമുക്കൊരു എതിർപ്പില്ല. പക്ഷെ നമുക്കെന്താണ്? നമുക്ക് മടിയാണ്, നമുക്ക് പ്രയാസാണ് അതൊക്കെ പാലിക്കാൻ. സ്വന്തം പിതാവ് നീ ഇതാണ്, അള്ളാഹു ആണ് നിന്റെ ദൈവം എന്ന് നീ പറയുകയാണെങ്കിൽ നിന്നെ ഞാന് കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറയുന്ന പിതാവുള്ള അടുത്ത് നിന്നാണ് ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് ആ ഒരു മില്ലത്ത് പിന്തുടരണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ മാത്രം തക്ക രീതിയിലുള്ള ആ ഒരു ഇതിലേക്ക് ആ ഒരു പ്രവാചകൻ എത്തിച്ചേരുന്നത്. നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് ആരെങ്കിലും നമ്മളെ ഒരു തരത്തിൽ പ്രയാസപ്പെടുത്താം, അതായത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഔറത്ത് മറച്ച് നടന്നാൽ ആരും നമ്മളെ പ്രയാസപ്പെടുത്താനില്ല. നമ്മൾ നിക്കാബ് ഇട്ട് നടന്നാൽ, നമ്മളൊരു ഹിജാബ് ഇട്ട് അതിന് മുകളിൽ നിക്കാബ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കൈകളൊക്കെ മറച്ച് കാലുകളൊക്കെ മറച്ച് നമ്മൾ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് ആരും നമ്മളെ പിടിച്ച് എന്തിനാ ഈ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കാൻ വരുന്നില്ല അല്ലെ? നമ്മൾ അങ്ങനത്തെ ഒരു പ്രയാസമുള്ള സ്ഥലത്തല്ല, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണില്ല. അങ്ങനെ അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഷാൾ ഇടരുത് എന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഹിജാബ് ഇടരുത് പറയുമ്പോഴേക്കിന് ഉണ്ടായിരുന്ന മുഴുവൻ ഷാളും ഊരി വലിച്ചെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്ത്രീകളുടെ വേഷം ധരിക്കാൻ പാടില്ല, ഇവിടെ എന്താണ് ഒരു ആണും പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഇവിടെ പാന്റ് ഷർട്ട് ഇട്ടിട്ട് വരണം എന്ന് പറയുമ്പോ എന്നാ ഞങ്ങളുടെ ആ ഒരു ദീനിനെ കുറിച്ച് യാതൊരു തരത്തിലും എന്താ പറയാ അതിനങ്ങോട്ട് വിട്ടുകൊടുക്കാൻ യാതൊരു പ്രയാസമില്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാല്, യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാല് അവന്റെ രൂപം കൊണ്ട് അവനൊരു വിശ്വാസിയാണെങ്കിൽ അവനെ കണ്ടാൽ അറിയാൻ പറ്റും അല്ലെ? യഥാർത്ഥത്തിലുള്ള ഒരു സത്യവിശ്വാസിയെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം മുസ്ലിം എന്നുള്ളത് എനിക്ക്
അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. പെണ്ണാണെങ്കിൽ അവരുടെ തലയിൽ അവരുടെ അടയാളം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഹിജാബാണ്, അവരുടെ നഖാബാണ് അല്ലെ. ആളുകളുടെ മുന്നിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ മുഖം അവർ വെളിപ്പെടുത്താൻ പാടില്ലാത്തവരുടെ മുന്നിൽ ഒരിക്കലും അവർ വെളിപ്പെടുത്തൂല. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന തന്നെ എത്രയോ ആളുകൾ നമ്മൾ കാണാൻ പാടില്ലാത്തവര്, നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്തവർ, നമ്മൾ ഇടപഴകാൻ പാടില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. അവരുമായിട്ട് കൂടിക്കലർന്ന് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടാന്ന് പറഞ്ഞാല് അത് വേണ്ടാന്ന് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട പാടാണ്. അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സ്വന്തം വാപ്പ പറയാണ് വിഗ്രഹങ്ങളെ ബിംബങ്ങളെങ്ങാനും തള്ളി പറഞ്ഞാല് നിന്നെ ഞാൻ കൊന്നു കളയുന്നു. എന്നിട്ട് വാപ്പാനോട് തിരക്കൂടി എന്റെ റബ്ബ് പറഞ്ഞതാണ്, എനിക്ക് സഹായത്തിന് എന്റെ റബ്ബുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാപ്പാനെ അങ്ങോട്ട് ധിക്കരിക്കട്ടെ എന്ന് ആ പ്രവാചകൻ വിചാരിച്ചോ? ഇല്ല, ഇത് അള്ളാന്റെ നിയമങ്ങളാണ്. എനിക്ക് ഇതൊക്കെ പാലിക്കാൻ എനിക്ക് വാപ്പാനെ തള്ളി പറയണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവിശ്വാസിയാണെങ്കിൽ പോലും മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുക, ഏറ്റവും നന്നായി പെരുമാറുക, ഏറ്റവും നല്ല സ്നേഹം കൊടുക്കുക. അവരുടെ യാതൊരു കാര്യത്തിലും അവർക്ക് ബുദ്ധിമുട്ട് വരുത്താൻ പാടില്ല, ഷിർക്ക് ചെയ്യാൻ അവരെ നിർബന്ധിക്കുന്നത് വരെയെന്ന്. കാരണം അത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പറ്റാത്തൊരു കാര്യമുള്ളൂ. ബാക്കി അവർ അവിശ്വാസിയായിക്കോട്ടെ വിശ്വാസിയായിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. അപ്പം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്ത്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളഹാനോട് ദുആ ചെയ്യാണ് ചെയ്തത്. നമുക്കറിയാലേ, സ്വന്തം ആളുകൾ വാപ്പ പോലും കൂടിയിട്ടാണ് നമ്രൂദ് എന്ന രാജാവ് അത്രയും എത്രയോ കാലങ്ങൾ അവര് എല്ലാവർക്കും ഒരുപാട് കാലം, മാസങ്ങളോളം വർഷങ്ങളോളം എന്ന് പറഞ്ഞ പോലെ വിറക് ശേഖരിക്കലായിരുന്നു പണി. എന്തിനു വേണ്ടിയിട്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്, തീക്കുണ്ടാരുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും അതൊരു പുണ്യകർമ്മം പോലെയാണ്, ഓരോരുത്തരെ നേർച്ച നെയ്യത്താക്കുന്നത് പോലെ. ഞാൻ ഇത്ര വിറക് കൊണ്ട് കൊടുത്തോളാം, ഞാൻ അത്ര വിറക് കൊണ്ട് കൊടുത്തോളാം, ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അത്രയും അവര് സന്തോഷത്തിലാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ, എത്രയോ ആ തീക്കുണ്ടാരത്തിന് കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് വീണു പോകുമാറ് ആ ഒരു എന്താ പറയാ, അത്രയും വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്? ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ തീയിലേക്ക് എറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൂറ അംബിയാന്റെ 69 ആയത്ത് നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരിക്കൽ പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തില്ല? ഞാൻ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ഒരിക്കൽ പോലും ആ പ്രവാചകൻ ചിന്തിച്ചിട്ടില്ല. അതായത് ഒരാൾക്കോ കുറച്ച് ആളുകൾക്കോ ഒരു ജനതക്കോ പ്രയാസം വന്നാല് നമ്മൾ ചോദിക്കണല്ലോ. ഒരാളിപ്പോ എന്താ പറയാ, നിത്യ രോഗിയാണ്, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു, ആദ്യം ഭർത്താവ് മരിച്ചു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകൻ മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു അതിശയപരമായിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാവും, പാവം എന്താണ് അവരുടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അവരിങ്ങനെ പരീക്ഷിക്കണത്? പാവം. ഞങ്ങൾ അറിവിലൊന്നും അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എവിടെ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത് തെറ്റുകളിലേക്കാണ്, നമ്മൾ കേൾക്കുന്നത് തെറ്റുകളാണ്, നമ്മൾ ചിന്തിക്കുന്നത് തെറ്റുകളാണ്, നമ്മൾ ചെയ്യുന്നത് തെറ്റുകളാണ്, നമ്മൾ നടന്നെടുക്കുന്നത് തെറ്റുകളാണ്, നമ്മൾ കൈകൾ കൊണ്ടെടുക്കുന്നത് തെറ്റുകളാണ് എന്ന് വേണ്ട, നമ്മൾ നമ്മുടെ അവയവങ്ങളെ കൊണ്ടും തെറ്റുകൾ നമ്മൾ ചെയ്യിച്ചു കൊണ്ടിരുന്നിട്ട് നമുക്കൊരു പരീക്ഷണം വന്ന് നമ്മൾ അപ്പൊ തന്നെ അള്ളാഹ് ചോദിക്കണം, പടച്ചോനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് പ്രയാസം വരുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒരു സമൂഹത്തിന് മൊത്തത്തിൽ ഒരാളല്ല, ഒരു കൂട്ടം ജനങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഒരു ജനത മുഴുവൻ പ്രയാസം, ഇതെല്ലാം നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാണുന്നുണ്ട് അല്ലെ. ഒരാൾ പ്രയാസം അനുഭവിക്കുന്നത് കാണുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ, അതായത് ഇപ്പൊ നമ്മൾ വയനാട്ടിലുണ്ടായ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഒരു കൂട്ടം ജനതക്ക് പ്രയാസങ്ങൾ നേരിട്ടു. അതേപോലെ തന്നെ ഒരു സമുദായത്തിന് മൊത്തം, അതായത് ഒരു നാട്ടിൽ മൊത്തം, അതായത് ഫലസ്തീനിൽ ഒരു വർഷമാവാനായല്ലേ യുദ്ധം തുടങ്ങിയിട്ട്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹു സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവന് പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹ് പരീക്ഷിച്ചാൽ എന്താണ്? അവനക്ക് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും.
അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏതൊരു കാര്യമായിക്കോട്ടെ അത് കംപ്ലീറ്റ് ആയിട്ട് അതെന്താ പറയുക, അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പൂർണ്ണമായിട്ട് അതായത് അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മളത് നിർവഹിക്കണില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഒരു 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 എന്താ പറയാ, ഒരു പഴുത് പോലില്ല, അതൊരു സൂചി കുത്താനുള്ള പഴുതില്ലാത്ത രീതിയിൽ അതിനെ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ അതുപോലെ പിൻപറ്റിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ, അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം അല്ലെ, എന്താ പറയാ, ഖാത്തമുൻ നബി, നുബുവത്തിന്റെ അവസാനമായിട്ട് നുബുവത്ത് ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ ചേർത്ത് പിടിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിന്തുടരണം എന്നാ പറഞ്ഞത്. വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വരാനിരിക്കുന്ന മുഴുവൻ ആളുകളോടും എല്ലാ വിശ്വാസികളും പിന്തുടരേണ്ടത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു മില്ലത്ത്, ആ ഒരു പാതയാണ് പിന്തുടരേണ്ടത്. ഒരാൾ പോലും സപ്പോർട്ടിന് ഇല്ലാണ്ടിരുന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ആരും സപ്പോർട്ടിന് ഇല്ലാണ്ടിരുന്നിട്ടും ശറഈയായതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു അണുവിട പോലും വ്യത്യാസപ്പെടുത്താതെ ആ പ്രവാചകൻ എന്ത് ചെയ്യാണ്, ഒരു മകനെ കൊടുത്തിട്ട് അതിനെ കൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞപ്പോ, പടച്ചോനെ എനിക്ക് ഇത്രയും കാലം കുട്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ, എനിക്കിപ്പോ ഒരു കുട്ടീനെ കിട്ടിയിട്ടല്ലേ ഉള്ളൂ റബ്ബേ, ഞാൻ എങ്ങനെയാണ് അതിനെ കൊണ്ട് കളയാന്നൊന്നല്ല ചോദിച്ചത്. ഒരു കുട്ടീനെ കൊണ്ട് ഒഴിവാക്കണം, ആ കുട്ടീനെയും കുട്ടീൻ്റെ അമ്മാനെ ഇന്ന സ്ഥലത്ത്, പരിചയം പോലും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞപ്പോ ശരി, ഓക്കെ, കൊണ്ടുപോയിട്ടു. എന്റെ റബ്ബിന്റെ കൽപ്പനയാണത്. 13 വയസ്സിൽ ബലി നൽകണം എന്ന് പറഞ്ഞ സമയത്ത് സ്വന്തം കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് കത്തി ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഖദ് സ്വദ്ദഖ്ത റുഅ്യ, നീ തീർച്ചയായിട്ടും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് ആ ഒരു അവസാന ഘട്ടം വരേക്ക് വെട്ടുമെന്ന് ഉറപ്പായ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആടിനെ അയച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, നീ വിജയിച്ചിരിക്കുന്നു, നീ വിജയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളും, ഓരോ ആളുകളും, നമ്മളെല്ലാവരും എന്താ പറയാ, നമ്മൾ ശരിക്കും പറഞ്ഞാല് ദുനിയാവ് എന്ന് പറഞ്ഞാല് ഒരു പരീക്ഷാ ഹാളാണ് സത്യം പറഞ്ഞാല്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു പരീക്ഷാ ഹാളാണെന്ന് ഓർത്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമായിരിക്കും. ഇതിന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുഞ്ഞുനാളിലല്ലേ, ചിലപ്പോൾ നമ്മൾ ചെറിയ ഒരു 80-90കളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ കാലഘട്ടം കുറച്ചൊക്കെ ഒരു പ്രയാസത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള, അതായത് എല്ലാവരും വലിയ സമ്പന്നരൊന്നും ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ പട്ടിണി പറഞ്ഞാല് അത്ര ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ദാരിദ്ര്യം കഷ്ടപ്പാടും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും നമ്മൾ വളർന്നു വന്നിട്ടുണ്ടാവുക. പിന്നെയോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പം ഭർത്താവാണെങ്കിൽ ചില ആളുകള് എന്താ പറയാ, ദീനില്ലാത്ത, തീരെ ഒരു എന്താ പറയാ, നിസ്കാരമൊന്നും ഇല്ലാത്ത, ഹിദായത്ത് കിട്ടിയിട്ടില്ലാത്ത ചില ആളുകളുടെ കൂടെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ചിലപ്പോ എന്താ പറയാ, മദ്യപാനിയായിട്ടുള്ള ഭർത്താവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആള്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ആള്, അല്ലെങ്കിൽ നമസ്കാരം മുറക്ക് നിർവഹിക്കാത്ത, ഇതേ രീതിയിലുള്ള ഇനിയിപ്പോ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടുകാര്, ഇനിയിപ്പോ നമുക്ക് മക്കളുണ്ടായാലും മക്കളിലൂടെയുള്ള പരീക്ഷണം, ഇതൊക്കെ നമുക്ക് പരീക്ഷണമാവുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സുബ്ഹാനല്ലാഹ്, ഇത് എന്റെ റബ്ബ് തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കാതെ ഒന്നും ഈ ഭൂമിയിൽ ഒന്നും തന്നെ എന്റെ റബ്ബിന്റെ തീരുമാനങ്ങൾ ഇല്ലാണ്ട് നടക്കണേ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്താ പറയാ, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് ഖുർആനും മറ്റുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തജ്വീദിന്റെ ക്ലാസ്സിലോ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന തിലാവയുടെ ക്ലാസ്സിലോ, ജസരിയയുടെ ക്ലാസ്സിലോ, തഫ്സീറിന്റെ ക്ലാസ്സിലോ, ഏതിലെങ്കിലും, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നതിലോ, അല്ലെങ്കിൽ എന്താ പറയാ, അഖീദ പഠിക്കുന്നതിലോ, എവിടെങ്കിലും നമ്മൾ വന്ന് ശരിയാ പഠിക്കുന്നത്, എവിടെങ്കിലും നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണ്ട, ആ പടച്ചോനെ എനിക്ക് അന്ന് ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് കരുതേ വേണ്ട. നിങ്ങൾ എപ്പോഴാണോ പഠിക്കേണ്ടത് അള്ളാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാല് അയാള് ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അവനക്ക് അൽഹംദുലില്ലാ എന്നായിരിക്കും അവന്റെ മനസ്സുണ്ടാവുക. അതായത് നമ്മൾ ഇപ്പൊ എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പരീക്ഷണം വരുമ്പോൾ നമുക്ക് എത്ര വിശ്വാസം ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരത്തിരുന്ന് ചൂണ്ടിടുന്നവരാന്ന് പറയേണ്ടി വരും.
ആഴങ്ങളിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? അതേപോലെയല്ല, നമ്മൾ ഓരത്തിരുന്നിട്ട്, അതായത് വെള്ളം തട്ടാൻ പാടില്ല, എന്നാൽ മീൻ കിട്ടുകയും വേണം, ആ രീതിയിൽ ഇരിക്കുന്ന ഒരാളുകളാണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മുടെ പ്രയാസങ്ങൾ, ഒരു പ്രയാസം വരുന്ന സമയം, ഓരോ പ്രയാസം വരുമ്പോഴും ഓരോ സന്തോഷം ഈ സത്യവിശ്വാസി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അയാൾക്കൊരു മധ്യമമായിട്ടുള്ള ഒരു നിലപാടാണ് എന്തിനോടും ഉണ്ടാവുക. അയാള് ഒരുപാട്, അയാൾക്ക് ഞാമത്തുകൾ വരുമ്പോ അയാൾ ഒരുപാട് സന്തോഷിക്കുകയില്ല, ദുഃഖം വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അയാൾ ഒരുപാട് കരയുകയില്ല. രണ്ടിനും ഇടക്കുള്ള ഒരു ഇതായിരിക്കും അയാൾ എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ കരുതരുത്, അതായത് അള്ളാന്റെ ഇപ്പൊ നമ്മൾ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരും കൂടി നമ്മളെ ചിലപ്പോ ഒറ്റപ്പെടുത്തിയേക്കാം. നമ്മൾ ചെയ്തത് നമ്മൾ ഉദ്ദേശിച്ച കാര്യമാവൂല. നാം ഒരു കാര്യം മനസ്സിൽ കരുതും, എന്നിട്ട് നമ്മൾ അതിന് പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് ഭയങ്കരമായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ചിലപ്പോ രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നന്നാക്കാൻ വേണ്ടി നമ്മളൊരു പരിശ്രമം എടുക്കും. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല നടന്നിട്ടുണ്ടാവുക. രണ്ടു കൂട്ടരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മളൊരു കുറ്റക്കാരായി മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, തളരാതെ പതറാതെ മുന്നോട്ട് പോവുക. കാരണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. നമ്മൾ വിചാരിക്കരുത് ഞാൻ ദുആ ചെയ്തെന്ന് അള്ളാഹ് സ്വീകരിക്കൂല, ഒരിക്കലും കരുതരുത്. ദുആ ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാൻ തയ്യാറാവുന്ന സമയത്താണ് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചിന്തിക്കുക, അള്ളാഹിന്റെ ഹുക്കുമില്, അള്ളാഹിന്റെ നിയമങ്ങളിൽ ഒരു നല്ല ഹിക്മ ഉണ്ട്, ഒരു ഹിക്മത്ത് ഉണ്ട്. അള്ളാഹ് തീരുമാനിച്ചൊരു ഹിക്മത്ത് ഉണ്ട്. അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിന്റെ ഹുക്കുമ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അവരൊക്കെ പ്രവാചകന്മാരല്ലേ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാലാഖമാർ വഴി, മലക്കുകൾ വഴി വഹിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആളുകളല്ലേ. അവർക്ക് അതൊക്കെ പറ്റും, ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഹൃദയങ്ങളിൽ ആ അറിവ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നമ്മുടെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, അങ്ങനെ അത് അവര് അങ്ങനെ പറഞ്ഞപ്പോ, അതായത് രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പൊ എന്താ പറയാ, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കലഹം ഉണ്ടാവുന്ന സമയത്ത് ഒരാളായിരിക്കും ആ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ കുടുംബം ഇന്ന് ഇങ്ങനെ ആയി എന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനിക്കോ ഇവനക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹ്ക്കല്ലാതെ. അത് അള്ളാഹ് സുബ്ഹാനഹു വ തആല ഓരോ രീതിയിലൂടെയാണ്. അതിന് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും? അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കും അന്നത് അങ്ങനെ ആയത് എത്ര നന്നായിരുന്നു. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ആളുകൾ മുഴുവൻ, ലോകം ഒന്നടങ്കം അത് മഹാമാരിയാണെന്നും അതങ്ങനെയാണെന്ന് എത്രയോ ആളുകൾ മരണപ്പെട്ടപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിലെല്ലാം പറഞ്ഞപ്പോ സത്യവിശ്വാസി മാത്രമാണ്, നമ്മളെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും അൽഹംദുലില്ലാ. കാരണം കോവിഡിന് ശേഷമാണല്ലേ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നത്. ഒരിക്കൽ പോലും എന്താ പറയാ, ഖുറാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലും അക്ഷരങ്ങൾ പോലും പഠിച്ച്, തജ്വീദ് പഠിച്ച്, പരിശുദ്ധ ഖുറാന് ഓതാൻ വേണ്ടി പഠിച്ച് ഇത്രയും കാലം നമുക്ക് തിലാവത്തിന്റെ ഹക്കുണ്ട്. നമ്മൾ നല്ല നല്ല രീതിയിലാണ് പരിശുദ്ധ ഖുറാനിൽ സൂറ ബക്കറയുടെ 124 തൊട്ട് മുമ്പുള്ള ആയത്തുകളൊക്കെ പിന്നെന്താണ്, തിലാവത്തിന്റെ ഹക്കിനെ കുറിച്ച് പറയുന്നതാണ്. പരിശുദ്ധ ഖുറാന് പാരായണത്തിന് ഒരു ഹക്കുണ്ട്. നമ്മൾ അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതാൻ ശ്രമിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? കോവിഡിന് ശേഷം ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോഴാണ് പലരും തജ്വീദ് എന്താണെന്ന് പഠിച്ചത്. പല പല ദീനീപരമായിട്ടുള്ള ഇൽമുകളും അവർ നേടുന്നതൊക്കെ ആ സമയത്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അറിവുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ല അൽഹംദുലില്ലാ എത്ര നന്നായി നമ്മൾ കരുതാറില്ലേ? അതാണ് ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തതിൽ അതിന് അള്ളാഹ്ക്കൊരു ഹിക്മത്ത് ഉണ്ട്. അപ്പൊ നമ്മൾ പറയരുത് അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആകെ കുഴപ്പമായത്, അല്ലെങ്കിൽ അവര് എന്താ പറയാ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങിയത് കൊണ്ടാണ് മരിച്ചു പോയെന്ന് പറയരുത്. കാരണം എന്താണ്, അവര് മരിക്കാനുള്ള തീരുമാനം ആരെടുത്തു വെച്ചിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ഭൂമി പടക്കുന്നതിനേക്കാൾ 50,000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പേനയാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം ആ പേനയോട് എല്ലാം എഴുതാൻ വേണ്ടി പറഞ്ഞു. എല്ലാം എഴുതാൻ പറഞ്ഞപ്പോ പേന ചോദിക്കുക എന്താ ഞാൻ എഴുതണ്ടേന്ന് ചോദിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ ലോകം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നിടം വരേക്കുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പൊ നമ്മൾ അവനക്ക് ഉറങ്ങണം, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവൻ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങേണ്ടി വരും. മനസ്സിലായ? പാലത്തുമ്മല്
വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവൻ പാലത്തുമ്മ കേറി. കാരണം പാലത്തുമ്മ കേറിയിട്ട് കീഴ്പോട്ട് വീണിട്ട് വേണ്ടി വരും അവനക്ക് വെള്ളത്തിൽ വീണ് മരിക്കാനായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചതാണത്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഏതോ ഒരു കൊടുങ്കാട്ടിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചെറിയ ഒരു കരിയില പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അലീമാണ്, അൽ ഖദീറാണ്. അൽ അലീമും അൽ ഖദീറുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാതെ ഒരു കരിയില പോലും അള്ളാന്റെ അനുവാദമില്ലാതെ അള്ളാന്റെ അറിവില്ലാണ്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏത് പ്രയാസപ്പെട്ട സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും അതിന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നുള്ളതിലേക്ക് നമ്മൾ ഉറച്ചു നിൽക്കുക. അതിലൊക്കെ അള്ളാന്റെ ഒരു ഹിക്മത്ത് ഉണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ തവക്കുലായാല്, അങ്ങനെ നമുക്ക് എന്താ പറയാ, അങ്ങനെ നമുക്ക് അള്ളാഹുൽ റുജു ആവാൻ പറ്റിയാല്, അത്രയും നമ്മൾ അള്ളാഹുൽ തവക്കുൽ ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഇഹപര നേട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരും. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കണ്ടാൽ, നീ അന്ന് പാലിച്ച ജമീലായ സബറിനുള്ള നിനക്കുള്ള എന്റെ ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോന്നും മറനീക്കി നമ്മുടെ മുന്നിലേക്ക് നീട്ടി വെച്ച് തരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, റബ്ബേ എനിക്ക് ഭൂമിയിൽ പരാതികൾ മതിയായിരുന്നു റബ്ബേ, പട്ടിണി മതിയായിരുന്നു, കൊടിയ ദാരിദ്ര്യം മതിയായിരുന്നു റബ്ബേ, പരീക്ഷണങ്ങൾ മതിയായിരുന്നു അല്ലാ എന്ന് അന്ന് നമ്മള് ചിന്തിച്ചു പോകുമാറ്, നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുമാറ് സഹായങ്ങള്, സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിലേക്ക് നീക്കി വെച്ച് തരും. ആ പ്രയാസങ്ങളിലൂടെ, ആ മരുഭൂമിയുടെ കൊടും ചൂടില് വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ട് ആ കുഞ്ഞിനെ കൊണ്ട് എനിക്കെന്റെ റബ്ബ് മതി, നിങ്ങളെ റബ്ബിന്റെ തീരുമാനമാണ് നടപ്പാക്കിയതെങ്കിൽ അള്ളാഹു ഞങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് ഹാജറ ബീവി ചോദിച്ചത് അള്ളഹാനോട് എന്താ ചോദിച്ച്, എന്റെ കുട്ടിക്ക് തൊണ്ട നനക്കാന് ഒരിറ്റു വെള്ളം വേണമായിരുന്നല്ലോ റബ്ബേ, എനിക്ക് പാല് പറ്റിപ്പോയി, ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം തീർന്നല്ലോ അള്ളാ, ഞാനൊരു മാതാവല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മാതാവിന് നൽകിയ അനുഗ്രഹം എന്താണ്? 5000-നടുത്ത വർഷങ്ങളായിട്ടും വറ്റാത്ത നീരുറവ തന്ന് സഹായിച്ച റബ്ബ് ദുനിയവിയായിട്ട് അതാണെങ്കിൽ എന്തായിരിക്കും ഉഖ്റവിയായിട്ടുള്ള അവന്റെ ആ അനുഗ്രഹങ്ങൾ എന്തായിരിക്കും? ആ മാതാവിന്റെ ത്യാഗത്തിന്, ആ പിതാവിന്റെ ക്ഷമയെ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഈ ലോകത്തിനെ അറിയിച്ചു തന്നത്? സുബ്ഹാനല്ലാഹ്. 4000 വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയ ഒരു പ്രവാചകന്റെ മില്ലത്ത് തന്നെ നിങ്ങൾ പിൻപറ്റണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കൊണ്ട് പറയിപ്പിക്കുമാറ് ആ പ്രവാചകൻ എങ്ങനെയാണ് അള്ളഹാനോട് പെരുമാറിയത്? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. നമ്മൾ ഇത് പറയുമ്പോൾ, നമ്മൾ ഓരോ സമയവും ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ സഹോദരിമാരെ, മക്കളെ, ഉമ്മമാരെ, കുട്ടികളെ എല്ലാവരും ഇരിക്കുന്ന സദസ്സാണിത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഓരോ ഓരോ സെക്കൻഡിലും നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം? എന്റെ റബ്ബിന്റെ തീരുമാനമാണത്. ഏത് പ്രയാസം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്റെ റബ്ബിന്റെ തീരുമാനം ഇല്ലാണ്ട് ഒന്നും നടക്കൂല. അല്ലെങ്കിൽ അമ്മായിയും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മകൻ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഉമ്മ പറഞ്ഞതേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവര് അങ്ങനെ ചെയ്യുള്ളൂ, ഇങ്ങനെ ചെയ്യുള്ളൂ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും തന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രായമുള്ളവരും തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ അവര് സംസാരിക്കും. അപ്പൊ നമ്മൾ അതിൽ ഫിക്കറാവരുത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന നിഅമത്തുകൾ, അവരുടെയും നമ്മുടെ രക്ഷിതാവ് അള്ളാഹു ആണ്. അവരിങ്ങനെ പെരുമാറണമെന്നത് അള്ളാന്റെ തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാത്തിനോടും ഒരു നല്ല സമീപനം നമ്മുടെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ക്ഷമ കൈക്കൊണ്ടത് കൊണ്ടും, ഇത്രമാത്രം അള്ളാഹുവിൽ അങ്ങോട്ട് റുജു ആയതുകൊണ്ടും, കീഴൊതുങ്ങിയവനായതുകൊണ്ടുമാണ് ആ മഹാനായ പ്രവാചകൻ ആദർശ പിതാവായിട്ട് മാറിയത്, അള്ളാന്റെ ഖലീലായിട്ട് മാറിയത്. സുബ്ഹാനല്ലാഹ്. ഇത് ലോകാവസാനം വരെയുള്ള ജനത പിൻപറ്റുന്നത് ആ ഒരു പ്രവാചകന്റെ മില്ലത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും പരലോകത്തൊരവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ചെറിയൊരു പ്രയാസം പോലും അള്ളാഹു വേസ്റ്റ് ആക്കൂല. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് കാണാം അല്ലെ, അതിൽ ആദ്യം എത്തുന്ന ആളായിരിക്കും വിജയിയായിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ, ആ ആദ്യം എത്തിയവന് 10 പേരോ അല്ലെങ്കിൽ 20 പേരോ 50 പേരോ ഓടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇതുപോലെ പരിശ്രമിച്ചിട്ടുണ്ടാവും അല്ലെ. അവരാരും എത്രയോ എത്രയോ മത്സരങ്ങൾ കഴിഞ്ഞിട്ടാവും അവര് ഫൈനലിൽ എത്തിയിട്ടുണ്ടാവുക. അത്രയേറെ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരാളായിരിക്കും വിജയാവുണ്ടാവുക. സമ്മാനം കൊടുക്കുന്ന ആളുകൾ ആ ഒരാളെ മാത്രമേ കാണുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയല്ല. ആ 50 പേരെടുത്ത എഫേർട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കാണും.
ഒന്നും നമ്മളെടുത്ത ഒരു റിസ്ക്കും, അതായത് ഒരു മൊട്ട് സൂചി ഇപ്പൊ നമ്മള് എന്താ പറയാ മഫ്തയുടെ അങ്ങനെ റോൾ പിന്ന് വെച്ചിട്ട് ഇങ്ങനെ തലയിൽ കുത്തുന്ന സമയത്ത് തലയിൽ കുത്തിയിട്ട് ഒരു കുഞ്ഞു വേദന വന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ ആക്കൂല. അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അൽഹംദുലില്ലാ. നല്ല ജമീലായ സബ്ർ കൈക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. സുബ്ഹാനല്ലാഹ്. നമ്മള് എന്താ പറയാ നമ്മളോട് സ്ത്രീകളോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്. നമ്മള് എന്താ പറയാ മക്കൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ അലമുറയിട്ട് കരയാതെ അതിന്റെ തുടക്ക സമയത്ത് കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കും. മാതാപിതാക്കൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയുടെ കുറച്ച് ഭാഗം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ് പാരന്റ്സ് എന്ന നിലയ്ക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇത് രണ്ടും വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ ഈ അവസ്ഥകളിലൂടെ കടന്നു വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ആ ഒരു കുഞ്ഞു നാളിൽ തന്നെ ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഉപ്പ നഷ്ടപ്പെട്ടു. പിന്നീട് സംരക്ഷകനായിട്ടുണ്ടായിരുന്ന വല്യപ്പ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു മൂത്താപ്പയാണ് നോക്കുന്ന പാവപ്പെട്ട ദരിദ്രനായ. പിന്നെ ഒരു പ്രയാസം എത്തുന്ന സമയത്ത് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊടുത്ത് സഹായിച്ചു. ഭാര്യ വന്ന് എല്ലാം വന്നു. പക്ഷെ പിന്നീടും ജീവിതത്തിൽ ഒരു ഘട്ടം വന്ന സമയത്ത് ആ ഭാര്യ നഷ്ടപ്പെടുകയാണ്. അതേപോലെ തന്നെ 7 മക്കളുണ്ടായിട്ട് 6 മക്കളുടെ ഖബറിന്റെ മുകളിൽ മണ്ണ് വാരിട്ട് പോരേണ്ടി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല, റബ്ബേ എനിക്കെന്തിനാണ് അള്ളാഹ് അത്രയും വലിയ പരീക്ഷണങ്ങളെന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. നമ്മളങ്ങനെ മക്കൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ നല്ല ജമീലായ സബർ കാണിക്കുന്നവരാണെങ്കിൽ, നല്ല ഭംഗിയുള്ള ക്ഷമ എന്നാണ് കേട്ടോ ജമീലായ സബർ പറഞ്ഞാല്. നല്ല ഭംഗിയുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി മരിച്ചു എന്ന് കേട്ടാലും എന്ത് കേട്ടാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സർവസ്തുതി. ഈ ആലങ്ങളുടെ മുഴുവൻ അൽഹംദുലില്ലായുടെ മുഴുവൻ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ റബ്ബിനാണ് സർവസ്തുതിയും എന്നാണ് നമ്മൾ പറയണത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം, ഏത് പ്രതിസന്ധിയിലും അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ പറ്റിയാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റി വെച്ച് തരും ഒരുപാട് 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 പ്രതിഫലം. നീ അന്ന് കാണിച്ച ക്ഷമക്കുള്ളതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് അപ്പപ്പോ ഉത്തരം കിട്ടണമെന്നില്ല. ചിലതിനൊക്കെ ചിലപ്പോൾ അപ്പൊ തന്നെ ഉത്തരം കിട്ടും, ചിലതിന് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും. ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ തീരെ ദുനിയാവുന്ന് കിട്ടിയെന്നേ വരൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എന്നാലും നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരു പൊട്ടക്കിണറിലേക്ക് കല്ലിങ്ങനെ ഇടുന്ന പോലെ അതവിടെ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും. നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു നന്മയിൽ മുന്നേറി സ്വർഗം സമ്പാദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം തരും. നീ അന്ന് ചോദിച്ചില്ലായിരുന്ന ഇതാണത്, നീ അന്ന് അങ്ങനെ ചെയ്ത് നമ്മൾ പോലും അതിശയിച്ചു പോകുമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ ചോദ്യങ്ങളും ഇതാ നീ അന്ന് ചോദിച്ചതിനുള്ള പ്രതിഫലമാണെന്ന് പറഞ്ഞിട്ട് ഒരു കുന്നോളം മലയോളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് നീക്കി വെച്ച് തരും. അതുകൊണ്ട് നമ്മൾ എന്താവണം? നല്ല ജമീലായ സബ്റുള്ളവരായിട്ട് മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഇത്രയും ക്ഷമ കൈക്കൊണ്ടത് കൊണ്ട്, നിങ്ങൾ ഇത്രയും നല്ല ആളായത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ എന്താക്കാണ്? ഈ മുഴുവൻ ജനതക്ക് ഞാൻ ഇമാമാക്കാണ് നിങ്ങളെന്ന്. സുബ്ഹാനല്ലാഹ്. ആ അനുസരണക്ക് ആ ഒരു പ്രവാചകൻ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പിടിക്കുന്ന പ്രവാചകനായിട്ട് മാറുന്നത്. നിങ്ങൾ അന്ന് ചെയ്ത ആ ഒരു ക്ഷമക്കുള്ള പ്രതിഫലമായിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളും നിങ്ങളുടെ പുറകിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങളാണ് അവരുടെ ഇമാമെന്ന്. അപ്പൊ അങ്ങനെ പറയാൻ മാത്രം അത്രയും ക്ഷമ കൈക്കൊണ്ടു ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബനു ഇസ്രായേലര് ആരും ധിക്കരിക്കുന്നവരാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ധിക്കരിക്കുന്നുണ്ടായിരുന്നില്ല. ഇസ്രായേലര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ധിക്കരിക്കൂല. അവരെന്ത് ചെയ്യാണ്? അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതേപോലെ തന്നെ പിന്തുടരുന്ന ആളുകളാണ്. എല്ലാ പ്രവാചകന്മാരെ അവർ ധിക്കരിച്ചവരാണ്. സൂറ നഹലിന്റെ 16-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറ നഹലിന്റെ 123-ാമത്തെ ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ.
പിന്നീട് നേർവഴിയിൽ, അതായത് വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരണമെന്ന് നിനക്കിതാ ബോധന നൽകിയിരിക്കുന്നു എന്ന് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ആരായിരുന്നില്ല? ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല എന്ന് സൂറ നഹലിന്റെ 123-ാമത്തെ ആയത്തിൽ പറയാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേർവഴിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയാണ് നിങ്ങൾ പിന്തുടരേണ്ടതെന്ന് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ എന്താ പറയാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അങ്ങനെ ഇമാമാക്കാന്ന് പറഞ്ഞ പാട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയണം, അള്ളാഹുവേ എന്റെ മക്കളെയും നീ ഇമാമാക്കണേ. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ? ആരാണ്? നമ്മളെല്ലാവരും അതിൽ പെടുന്നവരാണ് അല്ലെ? നമുക്ക് ഇമാം ആവാനുള്ള ക്വാളിറ്റി ഉണ്ടാ? നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിട്ടുണ്ടോ? നമ്മുടെ പെരുമാറ്റം അങ്ങനെ ആയിട്ടുണ്ടോ? അപ്പൊ നമ്മളും എന്താണ്, എങ്ങനെ ആവേണ്ടതായിട്ടുണ്ട്? നമ്മള് എല്ലാ കാര്യത്തിലും സത്യവിശ്വാസി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരാവണം നമ്മൾ, അല്ലെ? നമുക്കൊരു നന്മ കിട്ടി കഴിഞ്ഞാല്, നമുക്കൊരു നല്ലത് കിട്ടി, ഇപ്പൊ നിങ്ങള് ദീനീപരമായിട്ടുള്ള ഇൽമ സമ്പാദിക്കുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, എന്റെ കുട്ടികളും ഇതുപോലെ പഠിക്കണം, അവര് ഖുർആൻ പഠിക്കണം, അവര് തജ്വീദ് പഠിക്കണം, അവർ നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ഭൗതിക രംഗത്ത് അവർ തിളക്കമാർന്ന വിജയം നേടിയവരാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ അവളെ കുട്ടികൾക്കും വേണമെന്ന് ആഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ, ആയിക്കോട്ടെ ഞാൻ കൊടുക്കാം, പക്ഷെ ആർക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞ്? ളാലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക്, അതായത് അക്രമം പ്രവർത്തിക്കുന്നവർക്ക് അതൊന്നും ഞാൻ കൊടുക്കൂല, അവരെ ഞാൻ ഇമാമാക്കൂല. അതായത് എന്താണ് അക്രമം പ്രവർത്തിക്കുക പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് ഒരിക്കലും അംഗീകരിക്കാത്ത അക്രമം എന്ന് പറയുന്നത് എന്താണ്? ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? അതേപോലെ തന്നെ മനുഷ്യരെ ഉപദ്രവിക്കുക, വെറുതെ കാര്യമില്ലാതെ അകാരണമായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യില്ല, അവർ ഞാൻ ഇമാമാക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താണ് ഇമാം എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് ഇമാം എന്ന് പറഞ്ഞാൽ അയാളെ നമുക്കറിയില്ലേ, എന്താണ് നമ്മളിപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇമാമിനെ നമ്മൾ പിന്തുടരുമ്പോ അവരെന്താണോ ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ ചെയ്യല്ലേ? അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിയാണ് ഈ ലോക ജനത മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞ, അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇങ്ങനെ പരീക്ഷണം നേരിട്ടുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. ഈ എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നന്മയിൽ മുന്നേറുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ കുറെ കരയുക, കുറെ പരാതി പറയാ, കുറെ കുറ്റം പറയാ, കുറെ അക്രമങ്ങൾ അഴിച്ചുവിടുക, കുറെ പ്രതികാരം ചെയ്യുക, അതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനൊന്നും ചെയ്തത് കൊണ്ട് നമുക്ക് എവിടെയും വിജയിക്കാനും പറ്റൂല. എന്നാൽ നമ്മൾ പാടെ പരാജിതരാവുകയും ചെയ്യും. എന്നാലോ നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിലോ, നമ്മൾ ക്ഷമയോടുകൂടി അതിനെ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിലോ, അല്ല നമ്മൾ അങ്ങനെയൊക്കെ അക്രമിച്ചുകൂടെ അങ്ങനത്തെ ചെയ്ത് നമുക്ക് ഒരു പുണ്യം നേടാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ക്ഷമയോടുകൂടി കാത്തിരുന്നാല് അതിനെല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകും. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് വീണയുടെ വിദ്യയാക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മൗനം പോലും നമുക്ക് ഇബാദത്താക്കാൻ പറ്റും. ഒരാള് നമ്മളെ വല്ലാണ്ട് സംസാരിച്ച് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് മറുപടി പറയാൻ അറിയാം, പക്ഷെ നമ്മളവിടെ പറയണില്ല. നമ്മൾ എന്താ വിചാരിക്കുന്നത്? റബ്ബേ, മൗനമാണല്ലോ നല്ലത്. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണല്ലോ, അതുകൊണ്ട് എനിക്ക് സ്വർണം മതി, ഞാൻ മിണ്ടാതിരിക്കുകയാണ് റബ്ബേ, നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണല്ലോ. എനിക്ക് മറുപടി പറയാനൊക്കെ ഉള്ള കഴിവൊക്കെ ഈ തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ നിന്നെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയണില്ല എന്ന് നമ്മൾ കാത്തിരുന്നാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊരു ഹൈർ വെച്ചിട്ടുണ്ടാവും, നമുക്ക് അതിന് പ്രതിഫലം വെച്ചിട്ടുണ്ടാവും. നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് സ്വസ്ഥമായിട്ട് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ഒരിക്കലും കരുതണ്ട. നമ്മൾ ഇവിടെ എന്താണ് അങ്ങനെ നമ്മൾ കരുതിയ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാ സ്ഥലത്തും നമ്മൾ പഠനം കഴിഞ്ഞിട്ടാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടാണ് ഒരു പാഠം പഠിക്കുക. അതാണ് ഈ ജീവിതത്തിന്റെ പ്രത്യേകത. അതാണ് നമ്മളെ ജീവിതത്തിലെ ഓരോ എക്സ്പീരിയൻസുകൾ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുന്നുണ്ടാവുക. ഇപ്പൊ തീയിൽ പോയിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, അല്ലെ? ആ, കൈ പൊള്ളും സാധനം. നമ്മൾ തൊട്ട് പൊള്ളിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഇത് ചൂടാണെന്ന്. പിന്നെ നമ്മളത് തൊടാൻ പോകില്ല, അല്ലെ? അതേപോലെ ഓരോ കാര്യങ്ങളും ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പൊ നമ്മളെ പരീക്ഷണങ്ങളുടെ കൂടെ നമ്മളെ ഈ ബാധത്ത് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കണം. കൂടുതൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ കൂടുതൽ വിനയം ഉണ്ടാവുക, അനുസരണം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, കരുണ ഉണ്ടാവുക, എല്ലാം ഉണ്ടാവണം. ചോദിച്ച് ചോദിച്ച് അള്ളഹാനോട് ചോദിച്ച് എങ്ങനെ ചോദിക്കുക? ഒരു കുട്ടി കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കുന്ന പോലെ അള്ളഹാനോട് ചോദിക്കുക. റബ്ബേ എനിക്ക് വേണം, എനിക്കില്ലാണ്ട് പറ്റൂല. അല്ല നീ അല്ലാതെ എനിക്കിത് തരാൻ ആരുമില്ല. അല്ലാ എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള നിയ്യത്ത്, എന്നുള്ള ചോദ്യം നമ്മൾ അള്ളാഹിനെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹ് സുബ്ഹാനഹു വ തആല നമുക്കത് എത്തിച്ച് തരിക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. കാരണം അള്ളാഹ്ക്ക് ലജ്ജയാണെന്നാ പറഞ്ഞത്. അള്ളാഹിന്റെ അടിമ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചു തരാതിരിക്കുക അള്ളാഹ്ക്ക് ഭയങ്കര ലജ്ജയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ അള്ളാഹിനോട് ചോദിച്ച് വാശി പിടിച്ച് ചോദിച്ച് നമ്മളത് വാങ്ങിക്കൊണ്ടിരിക്കണം. അള്ളാഹിന്റെ അടുത്ത് നിന്ന് ദുനിയാവിന്ന് നമ്മൾ പലതും നമ്മൾ ചോദിച്ചു വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാളെ എങ്ങനെയാണ് നമ്മൾ സ്വർഗം ചോദിച്ചു വാങ്ങല്? അപ്പൊ ഇവിടുന്ന് തന്നെ, ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാന്റെ അടുത്ത് നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. റബ്ബെ, ഒരു കുഞ്ഞു കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, എനിക്ക് ലോലിപോപ്പും ജെല്ലിയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അള്ളഹാനോട് ദുആ ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ അത്ര നിഷ്കളങ്കത ഉണ്ടാവണം നമ്മുടെ ഓരോ കാര്യങ്ങളും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റബ്ബെ വിശപ്പൊന്ന് അനുഗ്രഹം നീ അകറ്റിയാലേ ഉള്ളൂ അല്ലാ. അല്ലാതെ ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് വിശപ്പൊന്നും മാറാൻ പോണില്ല. വെള്ളം കുടിച്ചു എന്ന് കരുതിയിട്ട് ദാഹമൊന്നും തീരാൻ പോണില്ല. കണ്ണുണ്ട് എന്ന് കരുതിയിട്ട് കാഴ്ച ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാഴ്ച എന്നുള്ള ഞാമത്ത് അള്ളാഹ് തന്നെങ്കിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോന്നും നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, സൂറ അൻആമിന്റെ 6-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറ അൻആമിന്റെ 52-ാമത്തെ ആ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹ മാ അലൈക മിൻ ഹിസാബിൻ മിൻ ഷൈഇൻ വമാ മിൻ ഹിസാബിക അലൈഹിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ആയത്ത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളെ, അതായത് എന്താ പറയാ, ചില ആളുകൾ ഞാൻ നേരത്തെ ചരിത്രത്തോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഉത്തുബ എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. എന്നിട്ട് ഒന്നും നടക്കണില്ല കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ബനു അബ്ദുശംസ് ഗോത്രക്കാരനാണ് ഉത്തുബിന് റബിയ. ഞാൻ നേരത്തെ ഇസ്രാ മിറാജിന്റെ ചരിത്രം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചതിന് ശേഷമാണ് ആ ഇസ്രാ മിറാജ് യാത്ര ഉണ്ടായത്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും പക്ഷെ. അപ്പൊ അയാളുടെ തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്, ഉത്തുബത്ത് ബിൻ റബിയന്റെ തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ആ ഉത്തുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ എന്നിട്ട് പറയും, നിങ്ങൾ നല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രശസ്തനാണ്, പ്രസിദ്ധനാണ്, വലിയ തറവാട്, കുലീന തറവാട്ട് പിറന്നതാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസ്തനാണ്. നിങ്ങൾ എന്ത് പണിയാ കാട്ടിയത്? ഞങ്ങളെ പൂർവ്വ പിതാക്കന്മാരെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, ഞങ്ങളെ ദൈവങ്ങളെ നിങ്ങൾ പഴിച്ചു, അങ്ങോട്ട് കണ്ടെന്നൊക്കെ കുറെ പറയും. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് സംസാരിക്കായിരുന്നു പറയും. എന്നിട്ട് സൂറ സ്വാഫാത്തില്ലേ, അത് ആ സൂറത്ത് പിന്നെ പാരായണം ചെയ്യും. അതിന്റെ 13-ാമത്തെ ആയത്തെത്തുന്ന സമയമാകുമ്പോ പറയുന്നു, അത് അറിഞ്ഞിട്ട് ധിക്കരിക്കുന്നവർക്ക് ആദ്യ സമൂത് ഗോത്രത്തിനുണ്ടായ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണെന്ന് പറഞ്ഞതോട് കൂടിയിട്ടേ ഉത്തുബക്ക് ഇങ്ങോട്ട് പേടിയാവും. കാരണം അന്നത്തെ അറബികൾക്ക് ആദ്യ സമൂത് ഗോത്രത്തെ കുറിച്ച് അറിയായിരുന്നു. അപ്പൊ വേഗം എഴുന്നേറ്റിട്ട് ഹസ്ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് വേഗം എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ് പൊത്തും. പിന്നീട് അവര് ഒരുമിച്ച് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അവര് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പൊ അവസാനം അവർ അബൂ ത്വാലിബിന്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങള് ഇപ്പൊ നിങ്ങളെ മകൻ പറയണ മതത്തിന് ഞങ്ങൾ വിശ്വസിച്ചോളാം, പക്ഷെ ഞങ്ങളവിടെ വരുന്ന സമയത്ത് അടിമകളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവിടെ, അവർ നിങ്ങളൊന്ന് അവിടുന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് സംസാരിച്ചോളാം പറയാം. അപ്പൊ അവര് വിചാരിക്കും നല്ലൊരു ഉപാധിയാണല്ലോ അത്, നല്ലൊരു ഇതാണല്ലോ, കാരണം വലിയ പ്രയാസമില്ലല്ലോ. കുറച്ചു നേരത്തേക്ക് ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഷുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളെ കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ മക്ക മുശ്രിക്കുകൾ ഒന്നടങ്കം തീയിലേക്ക് കടന്നു വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവര് പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കുണ്ട്, വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹ. അള്ളാന്റെ മുഖം മാത്രം ആഗ്രഹിച്ചിട്ട് രാവിലെയും വൈകുന്നേരം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ വിചാരണയിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങളുടെ വിചാരണയിൽ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങളുടെ റബ്ബ് ഞാനാണ്. അതുകൊണ്ട് അവരെ എങ്ങാനും നിങ്ങൾ പ്രവാചകരെ ആട്ടിയോടിക്കുകയാണെങ്കിൽ നിങ്ങള് ളാലിമീങ്ങളിൽ പെട്ടവനായി മാറുന്നു. സുബ്ഹാനല്ലാഹ്. ആരോടാ പറഞ്ഞ? ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ ളാലിമീങ്ങളിൽ പെട്ടവരായിട്ട് മാറും.
അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അക്രമികളിൽ നിങ്ങൾ പെട്ടുപോകരുത്. അള്ളാനെ ആരാധിക്കാൻ വേണ്ടി, അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ പട്ടിണി പാവങ്ങളോടൊപ്പം അതേപോലെ തന്നെ സൂറ കഹ്ഫ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറ കഹ്ഫ് 18-ാമത്തെ അധ്യായമാണ് സൂറ കഹ്ഫ്. അതിന്റെ 28-ാമത്തെ ആയത്തും ഇതേപോലെ തന്നെ ഒരു ആയത്താണ്. വസ്ബിർ നഫ്സക മഅല്ലദീന റബ്ബഹും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ആയത്തിൽ അതേപോലെ പറയണം. അതായത് നിങ്ങൾ ആ പട്ടിണിപ്പാവങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പിടിച്ചു നിർത്തിക്കൊള്ളുക, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അവരോടൊപ്പം പിടിച്ചു നിർത്തിക്കൊള്ളുക. അല്ലാതെ നിങ്ങൾ ഇന്നലെ വന്ന് കണ്ട് ദീന് സ്വീകരിച്ചോളാന്ന് പറഞ്ഞ സമ്പന്നരായിട്ടുള്ള ധനാഢ്യന്മാരായിട്ടുള്ള അക്രമികളുടെ കൂട്ടത്തിലെങ്ങാനും അവരെങ്ങാനും നിങ്ങൾ സ്വീകരിച്ചാലുണ്ടല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഇവിടെ ചേർത്ത് പിടിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒക്കെ എന്താണ്? നമുക്ക് എന്ത് പ്രയാസം വരണം നമുക്കറിയാലേ, എന്തെല്ലാം പ്രയാസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഒരു കണക്കും കഴിയില്ല. ഹബ്ബാബുൽ ഹറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാളുടെ ഒരു സ്ത്രീയുടെ ഉമ്മു അമ്മാറ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു. എന്നിട്ട് അവര് തലയിൽ ഇങ്ങനെ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ കമ്പി തലയിൽ വെക്കുന്നുണ്ട്. അത്രയേറെ പ്രയാസപ്പെടുത്തിയിട്ട് അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ക്ഷമിച്ചതിന്റെ പേരിൽ നൽകിയത് എന്താണ്? സയ്യിദുൽ മുഅദ്ദിനായിട്ടാണ് ആര് മാറുന്നത്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം കിട്ടിയതോട് കൂടിയിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ പേരെടുത്ത് പറഞ്ഞ 3 പള്ളിയിൽ നമുക്ക് പോവാന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പോവാൻ അനുമതി നൽകിയ 3 പള്ളിയിൽ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ അഖ്സയിലും ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതാണ് ആർക്ക്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഒരു രൂപന്റെ പോലും വില കൽപ്പിക്കാത്ത ഉമയ്യത്ത് ബിൻ ഖലഫ് പറയുണ്ടായി, നിങ്ങൾ ഒന്നും തരാതെ ഈ ആളെ, ഈ വൃത്തികെട്ട മനുഷ്യനെ ഒന്നും തരാതെ നിങ്ങൾ നികൃഷ്ട അങ്ങനെയൊക്കെ വില കുറച്ച് പറയാ, അങ്ങനെ നിങ്ങൾ പിന്നെ ഒന്നും തരാതെ ഇതിനെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും മേടിക്കാതെ തന്നേനെ, അത്രയും വിലയില്ലാത്തനെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇതിന് എത്ര വില പറഞ്ഞാലും എത്ര ദിനാർ നിങ്ങൾ വില പറഞ്ഞാലും അത് തന്നിട്ട് ഞാൻ ഇത് വാങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം കിട്ടുന്നതിന് മുമ്പുള്ള ഒരാളുടെ വിലയും ഇസ്ലാമിന് ശേഷം ഉണ്ടായ ഒരാളുടെ വിലയാണ് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ തെറ്റുകളുടെ പേരിൽ നമുക്ക് പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഹൈറാണ്. കാരണം നാളെ പരലോകത്ത് ആ നരകാഗ്നിയിൽ നമ്മൾ കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന അള്ളാഹിന്റെ കാരുണ്യാണ്. അവിടെ നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന പരീക്ഷണങ്ങളെല്ലാം നാളെ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തരുന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര കാരുണ്യവാനാണ്. നരകത്തിന് 7 വാതിലുകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജഹീം, സഗീർ, ഹുത്തമ, സക്കർ, ഹാവിയ, ജഹന്നം, വല എന്നൊക്കെ പറഞ്ഞിട്ട് 7 വാതിലുകളാണ് നരകത്തിനുള്ളത്. ഈ 7 വാതിലുകൾ ഉണ്ടാക്കി ഓരോ തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. ഓരോ രീതിയിൽ ഇപ്പൊ വ്യഭിചാരികളായിട്ടുള്ളവര്, പലിശ ചെയ്യുന്നവര്, അക്രമികളായിട്ടുള്ളവര്, കുട്ടികളെ അതുപോലെ അനാഥന്റെ സമ്പത്ത് തട്ടിയെടുക്കുന്നവര്, അതേപോലെ തന്നെ എന്താ പറയുക, കുഞ്ഞു മക്കളെ കൊന്നൊടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ വാതിലുകളിലൂടെയാണ് നരകത്തിലേക്കുള്ള പ്രവേശനമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 വാതിലുകളുള്ള നരകം ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ്, മക്കളെ ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ തീയാണ് കേട്ടോ, നിങ്ങൾക്ക് കൊള്ളാൻ പറ്റൂല, നിങ്ങൾക്ക് പൊള്ളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് നമ്മളോട് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് ഓരോന്നും നമ്മളോട് വിളിച്ചു പറയാണ്. 8 വാതിലുകൾ സ്വർഗത്തിനുണ്ടാക്കി വെച്ചിട്ട് വായോ വായോ ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്ന സ്വർഗം തരാ, ജന്നാത്തുൽ ഫിർദൗസ് തരാ, ഫിർദൗസൽ ഊല തരാ, ഓരോന്ന് തരാന്ന് പറഞ്ഞിട്ട് 8 വാതിലുകളിലൂടെ കടക്കാനുള്ള ഇതിനൊക്കെ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണില്ല? നമ്മള് കേട്ടതായിട്ട് ഭാവിക്കുന്നില്ല. നമ്മളിങ്ങനെ അള്ളാഹ് എനിക്ക് പരീക്ഷണം തന്നല്ലോ റബ്ബേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാ? ഓരോ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ വേറൊരു വർത്താനല്ല. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് അത് അപ്പടി തന്നെ അതനുസരിക്കുക. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറ ഇബ്രാഹിമിന്റെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ പിന്തുടർച്ചയായിട്ട് കിട്ടണമെന്ന രീതിയിൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കും എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ അറിവുകളെല്ലാം നമ്മുടെ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, വരും തലമുറക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ എല്ലാ അറിവുകളും നേടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. നന്മയിൽ നമ്മൾ എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫദ്ല് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربي هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين أن تغفر لي وترحمني. اللهم إني أسألك حبك وحب من أحبك وحب عمل يقرب إلى حبك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك ونشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.